അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ഭൗതികദേഹം വിലാപയാത്രയായി കടന്നുപോകുന്ന പാതയോരങ്ങളിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളാണ് കാത്തുനിൽക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കക്ഷി രാഷ്ട്രീയ പ്രായഭേദമന്യേ നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. വി.എസ്. അനന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നുപോകുമ്പോൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി അവസാനമായി ഒരു നോക്ക് കാണുവാനായി ആയിരങ്ങളാണ് ആ പാതയോരങ്ങളിൽ കാത്തുനിൽക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 27 സ്ഥലങ്ങളിലാണ് വി.എസ്. അച്യുതാനന്ദന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു പോകുമ്പോൾ അവിടെ സ്വീകരണമായി ഒരുക്കിയിരിക്കുന്നത്. അവിടെ എല്ലാം ഈ സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുകയാണ്. എല്ലാ വിവിധയിടങ്ങളിൽ പാർട്ടി പ്രവർത്തകരും ജനങ്ങളും അടക്കമുള്ളവർ പലയിടത്തായി കാത്തുനിൽക്കുന്നു. തിരുവനന്തപുരത്ത് 27 സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ വി.എസിന് ഒരു നോക്ക് കാണുവാനായി ജനങ്ങൾ ഒത്തുകൂടുന്നുണ്ട്. പാതയോരങ്ങളിലെല്ലാം ഇങ്ങനെ വി.എസിന് അവസാനമായി കാണാനുള്ള ഒരു സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. വി.എസിനെ അവസാനമായിട്ട് കാണാനുള്ള ഒരു ഒരുക്കങ്ങളാണ്. അതെ അവസാനമായി കാണാനുള്ള ഒരുക്കങ്ങളുമായിട്ട് പാർട്ടി വി.എസിനെ സ്നേഹിക്കുന്ന എല്ലാ ജനങ്ങളും ഇതുപോലെ ഓരോ കേന്ദ്രങ്ങളിലും കൂട്ടമായിട്ട് നിൽക്കുകയാണ്. വി.എസ്. എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മാത്രമല്ല, മലയാളി എവിടെയൊക്കെ ഉണ്ടോ അവരുടെ എല്ലാം ഒരു ആവേശമാണ് വി.എസ്. പാവപ്പെട്ടവരോടൊപ്പം നിൽക്കുന്ന, തൊഴിലാളികളോടൊപ്പം നിൽക്കുന്ന, സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഏറ്റെടുക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന. വി.എസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി.എസിന് എല്ലാത്തിനും പരിഹാരം ഉണ്ടായിരുന്നു. ഏത് പ്രശ്നം വന്നാലും അതിന് പരിഹാരമുണ്ട്. ആ പരിഹാരം കാണുന്ന അവസാന നിമിഷം വരെ വി.എസ്. അവരോടൊപ്പം ഉണ്ടായിരുന്നു. അത് രാത്രിയെന്നില്ല പകലെന്നില്ലാതെ. വി.എസ്. അക്ഷരാർത്ഥത്തിൽ പോരാളി എന്നുള്ള വാക്കിൻ്റെ മറുവാക്കായി വി.എസ്. മാറുകയാണ് ചെയ്തത്. വി.എസ്. എല്ലാ കാലവും മലയാളിയുടെ മനസ്സിൽ ജീവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് അംശു വാമദേവൻ. അല്ല, സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഇപ്പോൾ വി.എസ്. ഇവിടെ നിൽക്കുന്ന ആളുകളെ കണ്ടാലും നമുക്ക് മനസ്സിലാവും. 7 വയസ്സുകാരനും 70 വയസ്സുകാരനും ഒക്കെ ഒരേപോലെ വി.എസിൻ്റെ അവസാനം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മളാരും വിളിച്ചുകൂട്ടിയതല്ല, സ്വമേധയാ വന്ന ആളുകളാണ്. അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുമുണ്ട്. വി.എസ്. പ്രദാനം ചെയ്ത രാഷ്ട്രീയത്തിലെ വിശ്വസിക്കുന്ന ആളുകൾ മാത്രമല്ല, ഈ നാടിൻ്റെ എല്ലാ ഒരു സാമൂഹിക പരിപ്രേക്ഷ്യവും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ആ നിലയിൽ ആളുകൾ വി.എസിനെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. അത് നമുക്കിവിടെ കാണാൻ കഴിയും. അതുതന്നെയാണ് വി.എസിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അന്ത്യാഭിവാദ്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായും അതുതന്നെയാണ്. സാധാരണക്കാരുടെ ഇടയിൽ അവരുടെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട്, സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട്, തൊഴിലാളി വർഗ ആൾക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് വി.എസ്. വളരെയധികം സജീവമായി മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും അതിനു മുൻപും മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് ഇവിടെ കാണുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള അല്ലെങ്കിൽ തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട നിരവധി പേർ വി.എസിന് അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്തിയിരിക്കുന്നു. ഇനി ആലപ്പുഴയിലേക്ക് പോകുന്ന വഴിയിൽ മുഴുവനും പാതയോരങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ഒരു നോക്ക് കാണുവാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഈ സമര കേരളത്തിൻ്റെ ക്ഷുഭിത യൗവനമെന്ന് പലപ്പോഴും വിളിച്ചിട്ടുള്ള, അല്ലെങ്കിൽ കണ്ണേ കരളെ വി.എസ്. എന്ന് പലപ്പോഴും മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള സഖാക്കളടക്കം അല്ലെങ്കിൽ ജനങ്ങളടക്കം വി.എസിന്റെ അവസാന യാത്രയിൽ കാണുവാൻ വേണ്ടി പലയിടങ്ങളിലായി കാത്തു നിൽക്കുകയാണ്.